വയനാട്ടിൽ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. സമരക്കാർ ഒരു സ്ഥാപനങ്ങൾ അടപ്പിക്കുന്ന അടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടക്കുന്നുണ്ട്. വിവരങ്ങളുമായി കമൽ ചേരുന്നു. കമൽ, എന്താണ് നടക്കുന്നത് അവിടെ? കാത്തലിക് സിറിയൻ ബാങ്കിന്റെ കൽപ്പറ്റ ശാഖയ്ക്ക് മുന്നിലാണ് ഇപ്പോൾ സമരക്കാർ എത്തിയിട്ടുള്ളത്. അവർ മാനേജറെ കാണണമെന്ന് ആവശ്യപ്പെടുകയാണ്. ബാങ്കിനകത്തേക്ക് കയറിയിട്ടില്ല. AITUC പ്രവർത്തകരാണ്. ബാങ്ക് രാവിലെ മുതൽ തുറന്ന് പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു. അപ്പോഴാണ് സമരക്കാർ എത്തിയത്. പൂട്ടി ഇറങ്ങിയിട്ടേ പോകുള്ളൂ എന്നാണ് പറയുന്നത്. നമുക്ക് സമരത്തിനോട് പിന്തുണക്കുക, അല്ല സ്വകാര്യ വാഹനങ്ങളോ കേന്ദ്ര സർക്കാരിന്റെ താഴെ ഷോപ്പുകളൊന്നും തുറക്കാൻ നമ്മൾ അനുവദിക്കൂല. പുറത്തിറങ്ങിയതിന്റെ ശേഷം ഞങ്ങൾ ഇവിടുന്ന് പോകും. എത്രയും പെട്ടെന്ന് അവരിന്ന് രാവിലെ വന്നിട്ട് പിന്നെ ഈ സമരത്തോട് പിന്തുണക്കാതെ 2 മാസം മുന്നേ വരെ പറഞ്ഞതാണ്. ഈ സമരത്തിന്റെ ഡേറ്റും കാര്യങ്ങളൊക്കെ വളരെ വ്യക്തമായിട്ട് ജനങ്ങളിലേക്ക് കൊടുത്തതാണ്. അപ്പൊ ഇത്തരത്തിലുള്ള ഒരു പരിപാടികൾക്ക് ഈ ബാങ്ക് മാനേജറൊക്കെ എന്താ പറയാ, കേന്ദ്ര സർക്കാരിനെ അനുകൂലിക്കുന്ന ആളുകളായിരിക്കും. അതൊന്നും ശരിയുള്ള കാര്യമല്ല. ഇവിടെ ഈ സമരത്തിന് പിന്തുണക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ പല ട്രേഡ് യൂണിയനുകളും ഇത്തരത്തിലുള്ള ആളുകളൊക്കെ ഇവിടെ സമരത്തിലേക്ക് അനുകൂലിച്ച് വന്നിട്ടുള്ളത്. അപ്പൊ ഈ സമരത്തിനോട് പിന്തുണച്ച് ഇവർ ഇവിടുന്ന് ക്ലോസ് ചെയ്തതിന്റെ ശേഷം സമരത്തിന്റെ ആളുകൾ ഇവിടുന്ന് മാറിപ്പോകുള്ളൂ. മാനേജറോട് സംസാരിച്ചു. ഇപ്പൊ ക്ലോസ് ചെയ്യാന്നാണ് പറഞ്ഞത്. ക്ലോസ് ചെയ്യണം, എത്രയും പെട്ടെന്ന് പുറത്തിറങ്ങണം. മാനേജർ നിർബന്ധമാണ്. സമരത്തിനോട് പിന്തുണക്കണം. കാത്തലിക് സിറിയൻ ബാങ്കിന്റെ കൽപ്പറ്റ ശാഖയാണ്. ഈ ചുങ്കം ജംഗ്ഷൻ അടുത്ത് തന്നെ ഉള്ള ബാങ്കാണ്. രാവിലെ മുതൽ അവർ തുറന്ന് പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു. അത് അടപ്പിക്കാനാണ് ഇപ്പോൾ സമരക്കാർ എത്തിയിരിക്കുന്നത്. അടയ്ക്കാമെന്ന മാനേജർ സമ്മതിച്ചതായാണ് അവർ പറയുന്നത്. ഷട്ടർ ഇട്ടതിന് ശേഷമേ പിരിഞ്ഞു പോകുള്ളൂ എന്നാണ് AITUC പ്രവർത്തകർ പറയുന്നത്. മോത്തി ഷട്ടറിന് ശേഷമേ പോകൂ എന്ന് പറഞ്ഞ് വിജയശ്രീ ലാളിതനായി അവിടെ അങ്ങനെ ഇരിക്കുന്നുണ്ട് ഈ പ്രവർത്തകർ. സംസാരിച്ച ചെറുപ്പക്കാരൻ പറഞ്ഞത് കേന്ദ്ര സർക്കാരിനെ അനുകൂലിക്കുന്നവരായിരിക്കും, അതുകൊണ്ട് അതിവിടെ നടക്കില്ല എന്നാണ്. ആരെ അനുകൂലിക്കണം, ആരെ പ്രതികൂലിക്കണം എന്നത് തീരുമാനിക്കാനുള്ള അവകാശം മനുഷ്യർക്കുള്ള നാടാണ് ഇത് എന്നത് ഇവരൊക്കെ മനസ്സിലാക്കുന്നില്ല എന്ന് തോന്നുന്നു. തുറന്നു പ്രവർത്തിക്കാൻ ഒരാൾ തയ്യാറാകുന്നു എങ്കിൽ അവരെ അതിനെ അനുവദിക്കൽ കൂടിയാണ് ജനാധിപത്യം, അതിനെ അനുവദിക്കൽ കൂടിയാണ് സ്വാതന്ത്ര്യവും അവകാശവും നിയമങ്ങളും എന്നുകൂടി മനസ്സിലാക്കുന്നത് നന്നായിരിക്കും. ഒരാൾക്ക് പണിയെടുക്കണം എന്ന് തോന്നിയാൽ പണിയെടുക്കാനുള്ള അവകാശമുണ്ട്. അവിടെയാണ് കേന്ദ്ര സർക്കാരിനെ അനുകൂലിക്കുന്ന ഒരാളെയും, അത് കേന്ദ്രമായാലും സംസ്ഥാനമായാലും. ഇതാ ബാങ്ക്, കാത്തലിക് സിറിയൻ ബാങ്ക് പൂട്ടി ഷട്ടർ ഇടുകയാണ്. അത് ഷട്ടറിട്ട ശേഷമേ ഞങ്ങൾ ഇവിടെ നിന്ന് പിരിഞ്ഞു പോകൂ എന്ന് അവർ വ്യക്തമാക്കിയിരുന്നു. സമര അനുകൂലികൾ അവിടെ നിന്ന് നീങ്ങുകയും ചെയ്യുന്നുണ്ട്. ബാങ്ക് ക്ലോസ് ചെയ്യുന്നതിന് ചില നടപടിക്രമങ്ങളുണ്ട്. അവർക്ക് ബാങ്ക് ഹെഡ് ഓഫീസിലേക്ക് അറിയിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഷട്ടർ താത്തി ഉള്ളിലിരുന്ന് ബാക്കി കാര്യങ്ങൾ ചെയ്തോളൂ എന്ന് പറഞ്ഞ് ഏതാണ്ട് 2 ജീവനക്കാർ പുറത്തേക്ക് പോയി. മാനേജരും മറ്റ് ഉദ്യോഗസ്ഥർ ഉള്ളിലുണ്ട്. അവർ ഞങ്ങൾ പ്രൊസീജിയർ തീർത്ത് ബാങ്ക് ക്ലോസ് ചെയ്ത് ഇറങ്ങിക്കോളാം എന്ന് പറഞ്ഞതിന് ശേഷമാണ് ഇപ്പോൾ സമരക്കാർ പിരിഞ്ഞുപോയത്. സമരക്കാർ അത് കേട്ട ശേഷം ബാങ്ക് ഷട്ടർ ഇട്ട ശേഷമാണ് പിരിഞ്ഞു പോയത്. കാത്തലിക് സിറിയൻ ബാങ്കിന്റെ ശാഖ തുറന്ന് പ്രവർത്തിക്കുകയായിരുന്നു. അതാണ് വിവിധ സ്ഥലങ്ങളിൽ പണിമുടക്ക് പൊതുജനങ്ങളെ ബാധിക്കുന്നുണ്ട്. സമരം ചെയ്യാനുള്ള അവകാശം പോലെ തന്നെ സമരത്തോട് അനുകൂലിക്കാതിരിക്കാനുള്ള അവകാശവും ഉണ്ട് ജനങ്ങൾക്ക് എന്നിവർക്ക് ഒന്ന് മനസ്സിൽ ചിന്തിച്ചാൽ നന്നായിരുന്നു. തൊഴിലെടുക്കാനുള്ള അവകാശവും ഉണ്ട്. മറ്റു പല കാരണങ്ങളും വ്യക്തിപരമായി ഉണ്ടാവും തൊഴിലെടുക്കുന്നതിന്, രാഷ്ട്രീയപരമായ കാരണങ്ങളും ഉണ്ടാവും. വിരുദ്ധ ചേരിയെ കൂടി അംഗീകരിച്ച് ഒപ്പം നിൽക്കുന്നതാണ് യഥാർത്ഥ ശക്തിയായ രാഷ്ട്രീയം എന്നുകൂടി മനസ്സിലാക്കുക. അല്ലാതെ എതിർത്ത് നിൽക്കുന്നവരെയൊക്കെ ചവിട്ടി താഴെയിടുകയോ തോൽപ്പിക്കുകയോ നശിപ്പിക്കുകയോ പരാജയപ്പെടുത്തുകയോ ചെയ്യുന്നത് മാത്രമാണ് രാഷ്ട്രീയം എന്ന തെറ്റിദ്ധാരണ ഇല്ലാതിരിക്കട്ടെ.